സാന്തന്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാലനോട് കോമതി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും ബാലേട്ട. അതൊന്നും ഇവിടെ നടക്കില്ല. ദേവമംഗലത്ത് ഇതൊന്നും നടക്കില്ല. ദേവമംഗലത്ത് ബാലൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ. കാരണന്മാരെ ധിക്കരിച്ച് കല്യാണം കഴിക്കുന്നൊന്നും ബാലൻ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഗോമതിനോട് ഇങ്ങനെ വാശി പിടിക്കുന്നു. പറഞ്ഞു ഗോമതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കണ്ട, എന്നോട് തർക്കിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, നിന്നോട് ഞാൻ തർക്കിക്കൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തം കാര്യം വരുമ്പോ ബാലൻ ശരിക്കും ഒരു തണുത്ത മട്ടാവുന്നുണ്ട്. ഗോമതിനോട് വലിയ സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ മീനാക്ഷിന്റെയും ആകാശിന്റെയും കാര്യത്തിൽ അതില്ല. എന്തായാലും അതിനുശേഷം അവരുടെ ഒരു പ്രണയ ഭാഗങ്ങളൊക്കെ ഇനി കാണിക്കുന്നത്. അതിനുശേഷം മീനാക്ഷി ദേഷ്യപ്പെടുന്നുണ്ട്. എന്തെല്ലാം സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു, എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ട പോലെ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒന്നും ഒരു കാര്യമില്ല എന്നപ്പോൾ മീനാക്ഷി വിഷമിക്കല്ലേ. ഞാനെന്തിനു വിഷമിക്കണേ, എൻ്റെ ജീവിതം ഒരു കോമഡി സിനിമയാക്കാൻ പോകുന്നു ഞാൻ. അപ്പോൾ പിന്നെ വിഷമിക്കണം, അതിൽ വിഷമത്തിൻ്റെ കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനാക്ഷി ആകാശിനോട് പൊട്ടിത്തെറിക്കുന്ന ആ സമയത്ത് വാതിൽ ബെല്ലടിക്കുന്നുണ്ട്. ആര്യനായിരുന്നു. ആര്യൻ എന്തിനാ ഈ നേരത്ത് വരുന്നതെന്ന് വെച്ചപ്പോൾ എന്ന് പറഞ്ഞ് അങ്ങനെ മീനാക്ഷി ചോദിക്കുമ്പോഴത്തേനും ആകാശ് ഇന്ന് വാല് തുറക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിൽ ഒരു കവറൊക്കെ ആയിട്ടുണ്ട് വരുന്നത്. എന്തിട്ടാടാന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഏട്ടത്തി എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് കൈയും പിടിച്ച് വലിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചേട്ടന് ഒരു ബീറടിക്കാനൊരു ആഗ്രഹം പറയുന്നു. ചേട്ടന് ഇവിടെ ഇന്ന് ബീറടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചേട്ടൻ ഇന്നുവരെ കുടിച്ചിട്ടൊന്നുമില്ല. ചേട്ടത്തി അതൊന്നും വിചാരിക്കരുത്, ഏട്ടത്തി വിഷമിക്കരുത്, അങ്ങനെ ഏട്ടത്തി വിഷമം ഉണ്ടെങ്കിൽ വേണ്ടതാണ് പറഞ്ഞു. എനിക്ക് ഏതായാലും നീ കൊണ്ടുവന്നതല്ലേ, കുടിച്ചോ, പുറത്തേക്കൊന്നും പോകണ്ട, ഇവിടെ ഇരുന്ന് കുടിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ ഏട്ടനും അനിയനും കൂടി ഇങ്ങനെ കുടിക്കുന്നുണ്ട്. 2, 3, 4 കുപ്പിയൊക്കെ ഇനി കുടിക്കുന്നത്. എടാ, ഞങ്ങളുടെ അച്ഛൻ പാവമാണ് ചേട്ടത്തി, പക്ഷെ ഞങ്ങളുടെ അച്ഛൻ്റെ രീതി എനിക്ക് ഇഷ്ടമില്ല. അച്ഛൻ കാരണം ഏട്ടത്തിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ടല്ലേ, സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം ഇരുന്നും കഴിഞ്ഞിട്ട് മദ്യപിച്ചിട്ട് ആര്യം പോകുന്നുണ്ട്. ആര്യം പോയതിന് ശേഷം ആകാശ് വീണ്ടും മദ്യപിക്കുന്നുണ്ട്. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മനസ്സിലുള്ളത് സ്നേഹം റൊമാൻറ്റിക്കൊക്കെ പുറത്തു വരുന്ന പറയുന്നുണ്ടല്ലോ. ആകാശിന് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്നോട് പറയുക, എൻ്റെ കണ്ണ് അങ്ങനെയാണ്, എൻ്റെ മുടി ഇങ്ങനെയെന്നൊക്കെ പറയാൻ പറയുമ്പോൾ ആകാശമൊക്കെ നേരെ തിരിച്ചെന്ന് പറയുന്നത്. ആകാശിന് ഒരു ബോധമില്ലാണ്ടല്ല. സത്യത്തിൽ ആകാശം അങ്ങനെ അഭിനയിക്കാനാണോ എന്നൊരു സംശയമുണ്ട്. മീനാക്ഷിക്കും അത് തോന്നുന്നുണ്ട്. കാരണം ആകാശ ആ സമയത്ത് പറയും, ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്, ആനന്ദിന് ഒരു കുടുംബജീവിതം ഉണ്ടാവണേക്കാൾ മുന്നേ നിനക്കൊരു കുടുംബജീവിതം പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ആകാശം ഇങ്ങനെ ബോധം കെട്ടു. അങ്ങനെ തന്നെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആകാശം മനഃപൂർവ്വം കുടിച്ചതാണെന്ന് മീനാക്ഷിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ആര്യൻ ബോധമില്ലാണ്ട് നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ മിത്രയുടെ മുറിയിലേക്കാണ്. മിത്രയുടെ മുറിയിൽ കയറി ചെന്നതിന് ശേഷമാണ് മിത്രയുടെ മുറി എന്ന് പറയുന്നത്. മിത്ര അങ്ങനെ തന്നെ അവൻ വേഗമായ അളമാരിയുടെ ഉള്ളിലേക്ക് കയറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കനെ ഡോറൊക്കെ തുറന്ന് നോക്കുമ്പോൾ അമ്മനെ ഫോൺ വിളിക്കുന്നുണ്ട്. അമ്മനോട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് കോണി ബെല്ലടിക്കുമ്പോൾ കൂട്ടുകാരിമാരോട് വരുന്നത്, ക്യാമ്പ് ഫയറിന് വിളിക്കാൻ വരുന്നുണ്ട്, വായോ എന്ന് പറഞ്ഞ്, എടി നിങ്ങൾ പൊക്കോ, ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്, ഒന്ന് കുളിച്ചിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ, എടി നമുക്കൊരു ബീറടിച്ചാലൊന്ന് കൂട്ടുകാരിമാർ ചോദിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യനെ അത് കേൾക്കുമ്പോൾ ഇഷ്ടമുണ്ട്. കാര്യം പറയുന്നുണ്ട്, അവളിപ്പോൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, ഇവൾക്ക് ഇത്തിരി ഇവള് നല്ല കുട്ടി, മറ്റുള്ള കാര്യത്തിലൊക്കെ ഇവള് നല്ല കുട്ടീന്, സാമർത്ഥ്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആര്യൻ്റെ മനസ്സിലുണ്ട്. അതിനുശേഷമുള്ള കാലുമേലത്തെ കറുത്ത മറുകൊക്കെ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ആര്യനാകെ നാണക്കേടൊക്കെ തോന്നുന്നുണ്ട്. കണ്ണ് പൊത്തോക്കി നിൽക്കുന്നുണ്ട് ആര്യൻ. പിന്നീട് കുറേ നേരം ആര്യൻ്റെ കാര്യങ്ങളും കൂടി സംസാരിക്കുന്നുണ്ട്. എടി നിന്റെ മുറിച്ചെറുക്കനെ കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, നീ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നു ചോദിച്ചപ്പോൾ, അതെ അവനിപ്പോൾ എൻ്റെ കൈ കിട്ടി ജനലിലൂടെ ഞാൻ അവനെ പുറത്തിടും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അച്ഛൻ വിളിക്കുന്നുണ്ട്, മിത്രേനെ അച്ഛൻ വിളിക്കുമ്പോൾ അവനെ കണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവനായിട്ട് വഴക്കിനൊന്നും പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല അച്ഛാ, ഞാനായിട്ട് അങ്ങോട്ട് വഴക്കിനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരിമാർ പുറത്തേക്ക് പോകും. കൂട്ടുകാരിയോട് പൊക്കോ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറയും. അങ്ങനെ അവർ പോയതിന് ശേഷം മിത്ര കുളിമുറിയിൽ കയറി വാതിലടയ്ക്കുമ്പോൾ ആര്യനൊരു കണക്കിന് രക്ഷപ്പെടുന്നുണ്ട്. ഈശ്വര, ഇതിന് പുനർജന്മം എന്നൊക്കെ പറഞ്ഞ് ആര്യനൊരു കണക്കിന് ആദ്യം പേടിച്ച് എൻ്റെ ജീവിതം തീർന്ന്, ഇവൾ കണ്ടാൽ പോലീസിൽ അറിയിക്കും എൻ്റെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞ് പേടിക്കുന്നുണ്ടെങ്കിലും പേടിക്കുന്നതായ രീതിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതിനുശേഷം മിത്ര കുളിക്കാനും പോകും. ആര്യൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ബാലൻ ഒരു പഴയ പാട്ട് വെച്ചിരിക്കുന്നത്, ആത്മവിദ്യാലയം എന്നുള്ളൊരു പാട്ടൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV അത് കണ്ടുകൊണ്ടിരിക്കുന്ന. അച്ഛാ ഒന്നില്ലെങ്കിൽ ഇത് നിർത്ത്, അല്ലെങ്കിൽ വേറെ വയ്ക്കാൻ പറഞ്ഞപ്പോൾ രണ്ടും ബാലൻ കൂട്ടാക്കുന്നൊന്നുമില്ല. നീ എവിടെ ഇരുന്നടയിൽ നേരം വരെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്ന് കറങ്ങാൻ പോയി എന്ന് പറഞ്ഞാൽ ശരി മിണ്ടാണ്ട് ഒന്ന് കിടക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് ബാലന് ചെറിയൊരു അസ്വസ്ഥതയൊക്കെ തോന്നുന്നുണ്ട്. ചുമയും കാര്യങ്ങളും ശ്വാസം മുട്ടൊക്കെ പോലെ തോന്നുന്നു. എന്താ വെച്ചാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചില്ല, അച്ഛന് പറ്റിയില്ലെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശരി, നീ കിടക്ക്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ അങ്ങനെ ആര്യനെ അപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ ബാലന് പ്രത്യേകിച്ച് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നുണ്ട്, വിഷമവും കാര്യങ്ങളൊക്കെ. അങ്ങനെ പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ ആര്യൻ നോക്കുമ്പോൾ അച്ഛനവിടെ കാണുന്നില്ല. ബാലൻ നല്ല
എന്ന് പറഞ്ഞ പോലെ കണക്കിക്ക് മദ്യപിച്ചിട്ടൊന്നല്ല, പക്ഷെ എന്തോ അസ്വസ്ഥതയും കാര്യങ്ങൾ കൊണ്ടൊക്കെ ബാലൻ ഇങ്ങനെ ഛർദ്ദിക്കുന്നതാണ് കാണിക്കുന്നത്. ഛർദ്ദിക്കുന്ന പറഞ്ഞാൽ ഒരുപാട് ഛർദ്ദിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ടൊക്കെ ഛർദ്ദിക്കുന്നത്. അപ്പോൾ ആര്യന് പേടിയാവുണ്ട്. അങ്ങനെ ആര്യൻ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അച്ഛനെ നോക്കി എന്ത് ചെയ്യാൻ അറിയാതെ നിൽക്കുന്ന ഒരു ഭാഗമാണ് ലാസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.